അപ്പൊ അരമണി എന്ന് പറഞ്ഞാൽ അരയിൽ കെട്ടുന്ന മണി തന്നെ. അപ്പൊ അത് കാണും. അപ്പം ശരിക്കും അത് സത്യത്തിൽ അവിടെ ഒരു സംയോഗം നടന്നിട്ടുണ്ട്. ഇറോട്ടിക് ആണ് ആ പാട്ട്. ഈ ചിരിച്ചുടഞ്ഞതിന് ശേഷം ഊട്ടുപുരയ്ക്കുള്ളിലോ ഈ കുളപ്പുര കല്ലിലോ വെച്ച് മറ്റെന്തോ നടന്നിട്ടുണ്ട്. അത് ആദ്യ ശ്രമത്തിൽ അവർ സമ്മതിച്ചില്ല. ക്രമേണയാണ് അവർ സമ്മതത്തിലേക്ക് വരുന്നത്. അതും സ്ത്രീയുടെ മനഃശാസ്ത്രമാണ്. ഈ പ്രണയ നൈരാശ്യത്തിൻ്റെ പാട്ടുകൾ എഴുതുമ്പോൾ എൻ്റെ ഹൃദയത്തുടിപ്പുകളായി വരും. കാരണം എനിക്ക് പ്രണയ നൈരാശ്യം ഉണ്ടായ ആളാണ്. അല്ല, ഇന്ദ്രധനുസ് മഴ വില്ലാണ്. ഇന്ദ്രന്റെ ധനുസ്, ഇന്ദ്രന്റെ വില്ല്. ആ ദേവനും അനുരാഗിയാവും അമ്പലപ്രാവ്യ. കുഴപ്പമില്ല, കാരണം അങ്ങർക്ക് ദേഷ്യം വരില്ല. ശിവന് ദേഷ്യം വരില്ല. ശിവനും പ്രണയാണ്, ശിവനും അനുരാഗിയാണ്. അവളുടെ തങ്കവിഗ്രഹം വിജയിച്ച സ്ഥിതിക്ക് പുളകം പോക്കും പൊയ്ക പറഞ്ഞു, നിങ്ങൾ താമരയായിട്ട് ഇങ്ങനെ വിരിഞ്ഞോ? അതെ അതെ അതെ. ഇവളുടെ ശരീരം കണ്ടപ്പോൾ അവളുടെ അത്രയും സൗന്ദര്യം എനിക്ക് ഇല്ലാന്ന് തോന്നി. താമര പോലെ അശ്രുബിന്ദുവൻ സ്വപ്നബിന്ദു എന്ന് പറയുന്നുണ്ട്. അവളുടെ അശ്രുബിന്ദു അയാളുടെ സ്വപ്നബിന്ദു ആവുന്ന സാഹചര്യം. അവൾ വേറെ ഒരാളുടെ കാമുകയായിരുന്നു. ഓ, സിനിമയിൽ അങ്ങനെ ഒരു സന്ദർഭമുണ്ട്. സന്ദർഭമല്ല, സിനിമയിലില്ല. അതെന്റെ ജീവിതം. പടത്തുകിടൻ പാടും എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുമ്പോൾ പ്രണയിക്കാത്ത ഒരു മനസ്സുമില്ല. അതാണ് ഉദ്ദേശം. അപ്പൊ ചുണ്ടും ചുണ്ടും ചേരുന്നത് തന്നെയാണ് നമുക്ക്. ചുണ്ടും തമ്മിൽ ചേരുന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് പരസ്യമായി പറയാതെ അത് കവിതയിൽ പറഞ്ഞു. ചെമ്പകത്തൈകൾ പൂത്ത എന്ന് പറയുന്നത് നക്ഷത്രങ്ങളെയാണോ സങ്കല്പിച്ചത്? അവിടെ പൊന്നമ്പിളി ചുംബനം കൊള്ളാൻ അത് ഒരിക്കലും കിട്ടില്ല. പക്ഷെ എന്നാലും അത് ചുംബനം കൊള്ളാൻ ഒരുങ്ങി ഇറങ്ങി നടക്കുകയാണ്. കാർമേഘവർണ്ണല്ലേ? വാർമേഘവർണ്ണ ഒരു വാർമേഘം വെച്ചാൽ നല്ല സുന്ദരമായ മേഘം എന്നർത്ഥം. വാർ എന്നുള്ള വാക്ക് ഇതിനോട് സുന്ദരം എന്ന് ആയെന്ന് അർത്ഥം വരും. ഉള്ളിന്റെ ഉള്ളിൽ നീ തൊട്ട പുളകം എഴുതി കഴിഞ്ഞ വരി. അതങ്ങനെ വന്ന എന്തുകൊണ്ടാ? ചൂടുകൊണ്ടാ. തന്നാതനാന തന്നാതനാന തന്നാതാന പാടാൻ ഒരു ബുദ്ധിമുട്ടുമില്ലേ? ഇതാ ബുദ്ധിമുട്ട്. Let us wear the thorns of love. നീ പ്രണയിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ മുൾക്കിരീടമാണത് എന്ന് അറിഞ്ഞിട്ട് എടുത്തായിരിക്കണം. അങ്ങനെയാണെങ്കിലും ഞാൻ മംഗളം നേരുന്നു. ഇത്രയും പൊളൈറ്റായിട്ട് ബ്രേക്കപ്പ് സിറ്റുവേഷനെ കൈകാര്യം ചെയ്യുന്ന ഒരു കാമുകൻ, ഒരു അസാധ്യ കാമുകനാണ്. എന്താണ് നിർമ്മല ശൈലിയാണ് അത്. അവിടെ വേറൊരുത്തം കിടന്നിട്ടില്ല. അങ്ങനെ ഒരു അർത്ഥം. അതാണ് അർത്ഥം. ഓ, ആ ഒരു സാധ്യത എനിക്കറിയില്ല. ചോദിക്കാം, ചന്ദനമാണ് ഊറുന്നത്, ഇവൻ എങ്ങനെ അറിഞ്ഞു? അവൻ അടുത്ത് നിന്ന് സംസാരിച്ചപ്പോൾ തന്നെ നല്ല സുഗന്ധമാണ് അവർക്ക്. ചില കാമുക അടുത്ത് നിന്നാൽ ഭയങ്കര ദുർഗന്ധമായിരിക്കും. വേപ്പിൻ്റെ അത്രയും വികാര തീവ്രമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. വിരഹം അത്രയും ഭ്രാന്തമായിട്ടാണ് നമ്മളെ സ്വാധീനിക്കുന്നത്. ഒരിക്കൽ മാത്രം വിളി കേൾക്കുമോ? റൈറ്റർ, ഡയറക്ടർ, പ്രൊഡ്യൂസർ, മ്യൂസിക് ഡയറക്ടർ, എൻജിനീയർ ശ്രീകുമാരൻ തമ്പി സാറാണ് നമുക്കൊപ്പോൾ ഉള്ളത്. ഹായ്, നമസ്കാരം സാർ. സാർ സിനിമയുടെ സമസ്ത മേഖലകളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 3000-ഓളം പാട്ടുകൾ എഴുതി, പല തരത്തിലുള്ള പാട്ടുകൾ, സിനിമാ ഗാനങ്ങൾ ഉൾപ്പെടെ. അതുപോലെ 85 തിരക്കഥകൾ എഴുതി, 30 സിനിമകളുടെ സംവിധായകൻ, 26 സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തു. വലിയൊരു അനുഭവമാണ്. പക്ഷേ ഈ അടുത്ത് ചോട്ടാ മുംബൈ എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്യുമ്പോൾ റിലീസിംഗ് ആയിരുന്നു അതിൻ്റെ. ഇപ്പോൾ ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ കേട്ടിട്ട് കുട്ടികൾ അതിനകത്ത് നൃത്തം കളിക്കുകയാണ് തിയേറ്ററിനകത്ത്. ഈ കാലഘട്ടത്തിലും ആ പാട്ട് ഇങ്ങനെ വാച്ച് ചെയ്യുമ്പോൾ, അതായത് കഴിഞ്ഞ മാസമാണ് അത് സംഭവിക്കുന്നത്, വാച്ച് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമല്ലേ? തീർച്ചയായും വളരെ സന്തോഷമുണ്ട്. എൻ്റെ പാട്ടുകൾ ഇന്ന് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരാണ്. എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്. കാരണം ഞാൻ 28 വയസ്സിലും 29 വയസ്സും എഴുതിയ പാട്ടുകൾ ഇന്നത്തെ കുട്ടികൾ പാടുന്നു. അപ്പോൾ ചില സമ്മേളന സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ കുട്ടികൾ കൂടി വരും. ഓട്ടോഗ്രാഫ് വേണം, സംസാരിക്കുക, അപ്പോൾ ഫോട്ടോ എടുക്കണം. അതെ. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് തന്നെ എങ്ങനെ അറിയാം? ഞാൻ പടമൊന്നും എടുക്കുന്നില്ലല്ലോ. ഞാൻ പടം എടുത്ത കാലം കഴിഞ്ഞു, ഞാനിപ്പോൾ സിനിമയിൽ ഇല്ല എന്ന് തന്നെ പറയാം. യൂട്യൂബ് ഉണ്ടല്ലോ സാർ, ഞങ്ങൾ യൂട്യൂബിലൂടെ ആണ് സാറിനെ മനസ്സിലാക്കി. സാറിൻ്റെ പാട്ടുകൾ എല്ലാം ഞങ്ങൾ കേൾക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതൊരു വലിയ മാറ്റമാണ്. കാരണം എനിക്ക് തന്നെ ഒരു തിരിച്ചറിവാണ്. എന്നെ സംബന്ധിച്ചോളം ഈ പാട്ടുകൾ എഴുതുമ്പോൾ എനിക്കൊരു നിഷ്കർഷം ഉണ്ടായിരുന്നു. എന്താണെന്ന് പറഞ്ഞാൽ, ആ സിനിമയിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്. ആ കഥാസന്ദർഭത്തിന് അനുയോജ്യമായിരിക്കണം. അതേസമയം ഈ സിനിമ കഴിഞ്ഞാലും ഓർക്കത്തക്ക എന്തെങ്കിലും ആ പാട്ടിലുണ്ടാവണം. അത് ഫലം ചെയ്തു ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ സാറേ, ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ ഉണ്ട്. ഇത് 3 പ്രാവശ്യം റിലീസ് ചെയ്തു. അപ്പോൾ ആദ്യം
റിലീസ് ചെയ്തു. സിന്ധുവിൽ സിന്ധുവിലും റിലീസ് ഞാൻ ചെയ്തു. തിരക്കഥ എഴുതിയ പടം. അതെ. ഞാൻ തിരക്കഥയും പാട്ടും എഴുതിയ പടമാണ് സിന്ധു. ആ അതൊരു ഫാസ്റ്റ് ആയി തുടങ്ങുന്ന പാട്ടാണ്. പക്ഷേ ലാസ്റ്റ് ചരണം അത് സ്ലോ ആവും. നായകൻ പാടുമ്പോൾ പിണങ്ങി നിൽക്കുന്ന ഭാര്യ അത് കേൾക്കുകയാണ്, അവൾ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അത് ആദ്യ ഭാഗം ഇങ്ങനെ ഹാപ്പി ആയിട്ട് പാടുന്നു, പക്ഷെ അവസാനം വരുമ്പോൾ ഇവരുടെ മനസ്സിലേക്ക് പോകുന്നു ആ പാട്ട്. അതാണ് അങ്ങനെ ചെയ്യാൻ കാരണം. അതിപ്പോൾ തിരക്കഥ എഴുതുമ്പോൾ എനിക്ക് തോന്നിയൊരു ഐഡിയ ആണ്. അപ്പോൾ അത് പാട്ടിൽ കൊണ്ടുവന്നു. അതെ. അപ്പോൾ അതൊക്കെ ആയിരിക്കാം പാട്ടിന് ഒരു വ്യത്യസ്തത നൽകിയത്. ചിലപ്പോൾ പല പാട്ടുകൾ ഇപ്പോൾ അകലെ അകലെ നീലാകാശവും അതേപോലെ കസ്തൂരി മണക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ പുതുതായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പാട്ട് 3 പ്രാവശ്യം ഉപയോഗിച്ചു. എനിക്ക് തോന്നുന്നു മറ്റൊരു പാട്ടിനും ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല, 3 പ്രാവശ്യം റിലീസ് ചെയ്യാന്ന് പറയുന്നത്. അത് 3ാമത്തെ പ്രാവശ്യം റിലീസ് ചെയ്തപ്പോഴും അതിന് ഭയങ്കര അംഗീകാരം കിട്ടി. ആ പടം ഇപ്പോഴും എന്താ പറയുക ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളതാണ്. അല്ല, പക്ഷേ 3ാമത്തെ റിലീസ് ചെയ്തതിന് ശേഷം കാര്യങ്ങളൊന്നും എനിക്കറിഞ്ഞു. ഇത് റിലീസ് ചെയ്യപ്പോഴും തിയേറ്ററിൽ നന്നായിട്ട് ഓടി, അതിൻ്റെ കളക്ഷൻ റിപ്പോർട്ടും ഒക്കെ പുറത്തു വരുന്നുണ്ടായിരുന്നു. സർ, അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഒരുപാടുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന കുറേ പാട്ടുകളുണ്ട്. അതിലൊന്നാണ് കൂത്തമ്പലത്തിൽ വെച്ചോ കുറുമുഴിക്കുന്നിൽ വെച്ചോ കുപ്പിവള ചിരിച്ചുടഞ്ഞു, ഊട്ടുപുരയ്ക്കുള്ളിൽ വെച്ചോ കുളപ്പുര കല്ലിൽ വെച്ചോ അരമണി നാണം മറന്നു, നിന്റെ അരമണി നാണം മറന്നു. അപ്പോൾ ഈ കുപ്പിവള ചിരിച്ചുടയണമെങ്കിൽ ഞാൻ ആദ്യം നോക്കി, അപ്പോൾ ശബ്ദമായിരിക്കാം, ചിരിക്കണതിൻ്റെ ശബ്ദത്തിലാണല്ലോ കുപ്പിവള ഉടയുന്നത്, അങ്ങനെ ആയിരിക്കാമെന്ന് വിചാരിച്ചു. പിന്നീടാണ് മനസ്സിലായത് ഈ ചിരിച്ചുടഞ്ഞതിന് ശേഷം ഊട്ടുപുരയ്ക്കുള്ളിലോ ഈ കുളപ്പുര കല്ലിലോ വെച്ച് മറ്റെന്തോ നടന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവളുടെ അനുവാദത്തോടു കൂടി പിടിച്ചത് ഒരു പ്രേമ സല്ലാപത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ പിടി വന്നേക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഊട്ടുപുരയ്ക്കുള്ളിലോ ഈ കുളപ്പുര കോണിലോ ഒക്കെ ഒരു പ്രത്യേക നാണം മറന്നു. അരമണി നാണം മറന്നു. അപ്പോൾ അരമണിക്ക് ആദ്യം നാണം തോന്നി. അതെപ്പോഴും അങ്ങനെയല്ല, തുടക്കം ഒരു നാണം ഉണ്ടാവും, ഒരു നാണം ഉണ്ടാവും. പക്ഷേ കുപ്പിവള ചിരിച്ചുടഞ്ഞു എന്ന് പറഞ്ഞാൽ കുപ്പിവള പോലും സന്തോഷിച്ചു. അവൻ വിരൽ പിടിച്ചപ്പോൾ കുപ്പിവളയ്ക്ക് പോലും സന്തോഷമായിരുന്നു. അതെ. അവള് ഉടഞ്ഞത് അങ്ങനെ കരഞ്ഞിട്ടല്ല ഉടഞ്ഞത്, ചിരിച്ചുകൊണ്ട് ഉടഞ്ഞത്. അവളുടെ മനസ്സും വളയും വളകളും. അതെ അതെ. അപ്പോൾ അത് കാരണം അവളുടെ കൈയുടെ ചലനം ആദ്യം ഒരു ലജ്ജ കൊണ്ട്, അപ്പോഴും സ്ത്രീ അങ്ങനെയാണല്ലോ. അതെ. അതെൻ്റെ ഒരു പാട്ടുണ്ട്, വളരെ പ്രശസ്തമായ പാട്ട്. ആദ്യത്തെ നോട്ടത്തിൽ കാലടി കണ്ടു, അടുത്ത നോട്ടത്തിൽ ഞൊറുവയർ കണ്ടു, ആരോരും പുലരാത്ത പൂമട്ടും കണ്ടു, പിന്നത്തെ നോട്ടത്തിൽ കണ്ണ് കണ്ടിൽ കൊണ്ടു. അതിൻ്റെ അവസാനം എങ്ങനെയെന്ന് പറഞ്ഞാൽ എവളെതിർക്കും എപ്പോഴും അവസാനിച്ചാൽ പിന്നെ ഞാൻ മാറിൽ നിന്നും മാറുകയിൽ നന്നായി. അതാണ് സ്ത്രീയുടെ മനഃശാസ്ത്രം. അത് പ്രണയിച്ചിട്ടുള്ളവർക്ക് അത് മനസ്സിലാകും. കാരണം നമ്മൾ പ്രണയാഭ്യർത്ഥന അങ്ങോട്ട് നടത്തിയാലും ഇങ്ങോട്ട് പ്രണയാഭ്യർത്ഥന നടത്തിയാലും ആദ്യം അവൾ എപ്പോഴും കുറച്ച് ഷൈ ആയിരിക്കും. എനിക്ക് വലിയ താല്പര്യമില്ല എന്ന് പറ്റി പെരുമാറും, പക്ഷെ അവൾക്കായിരിക്കും നമ്മളെക്കാൾ താല്പര്യം. അത് സ്ത്രീയുടെ മനഃശാസ്ത്രമാണ്. അതിലൊരു കാര്യം കൂടെ ഉള്ളത്, ഈ കുളപ്പുര കല്ലിലോ ഊട്ടുപുരയ്ക്കുള്ളിൽ അവിടെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ആളുണ്ടാവില്ല, പിന്നെ കാമുകിനും കുളിപ്പുര എപ്പോഴും കുളി നടക്കത്തില്ല. അതെ. പ്രഭാതത്തിൽ കുറച്ച് സമയം, പിന്നെ സായാഹ്നം കുറച്ച് സമയം, മധ്യാഹ്നത്തിൽ ആരും കുളിക്കാറില്ല. അതിന് പ്രത്യേകിച്ച് കുളിപ്പുരകളിൽ വരാറില്ല. ഞാൻ ജനിച്ചു വളർന്നത് ക്ഷേത്ര സംസ്കാരത്തിലാണ്. അതുകൊണ്ടാണ് എൻ്റെ പാട്ടുകളിലൊക്കെ ഒരുപാട് ഹിന്ദു ബിംബങ്ങൾ വരുന്നത്, ക്ഷേത്ര ബിംബങ്ങൾ വരുന്നത്. അത് വെച്ചിട്ട് ശ്രീകുമാരൻ തമ്പി ഹിന്ദു വർഗീയവാദിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് മറുപടിയില്ല. പക്ഷെ പൊട്ടൊക്കെ അമ്മയുടെ ഓർമ്മയാണ്. ഇത് അമ്മയുടെ ഓർമ്മയാണ്. എൻ്റെ അമ്മ 4:30 മണിക്ക് ഉണർത്തും മക്കളെ. അമ്മയ്ക്ക് ഉറക്കമില്ല, ഒരു 6-6:30 വരെ പഠിക്കണം. 6:30 മണി കഴിഞ്ഞ് പിന്നെ കുളിച്ച് തൊഴുതിട്ട് വേണം. അങ്ങനെയാണ്, കുളിച്ച് തൊഴുതിട്ടെന്നാണ്. കാരണം കുളിച്ചാൽ മാത്രം പോരാ, ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് വരണം. അങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വളർന്നത് കൊണ്ട് ഈ കൂത്തമ്പലം, കുളപ്പുര ഒക്കെ എൻ്റെ കളിസ്ഥലങ്ങളായിരുന്നു.